നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ആരാന്ന്? കുട്ടാൻ, ഞാൻ ഏത് കുട്ടൻ? എന്ത് കുട്ടൻ? എന്നെ കുട്ടാന്ന് വിളിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ എന്ത് പരിചയമുള്ളത്? ഞാനൊന്ന് പറയട്ടെ. മുത്തശ്ശിക്ക് തന്നെ ചായ കൊടുക്കാം. ഈ ചായയിലൂടെ എനിക്ക് മുത്തശ്ശിയുടെ മനസ്സിലേക്ക് കയറി പറ്റണം. മുത്തശ്ശി, മോളോ? ഇങ്ങ് വാ. ഇതാ മുത്തശ്ശി ചായ. അല്ല, ഇന്ന് മോളാണോ ചായ ഉണ്ടാക്കി? നീ നേരത്തെ എഴുന്നേറ്റോ? ഞാനും ഉണ്ടാക്കിയത് മുത്തശ്ശി. വീട്ടിലായാലും ഞാൻ തന്നെയാ രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കുന്നത്. ചായ മാത്രമല്ല, കാപ്പിയും ഊണും അത്താഴവും എല്ലാം ഞാൻ തന്നെയാ ഉണ്ടാക്കുന്നത്. ആഹാ, കൊള്ളാലോ. ഇപ്പൊ ഇതല്ലേ എന്റെ വീട്. അപ്പോ എന്റെ വീട്ടില് ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ മുത്തശ്ശി. അല്ല, മുത്തശ്ശി ചായ കുടിച്ചില്ലല്ലോ, ചൂടാറിപ്പോവും. ചായ എങ്ങനെയുണ്ട് മുത്തശ്ശി? മുത്തശ്ശിയുടെ കടുപ്പവും മധുരമൊന്നും എനിക്ക് അറിയില്ല. നന്നായിട്ടില്ല അല്ലേ? അയ്യോ, നന്നായിട്ടുണ്ട് മോളെ. കടുപ്പവും മധുരവും ഒക്കെ എന്റെ അളവിന് കീറ് കൃത്യ. അല്ല, ഇതാരെങ്കിലും പറഞ്ഞു തന്നതാണോ? ഏയ്, ആരും ഒന്നും പറഞ്ഞു തന്നില്ല. ഞാൻ എന്റെ ഒരു ഊഹത്തിന്. അത് ശരി. എന്തായാലും ചായ ഉഗ്രൻ. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. മിടുക്കി. ഞാൻ കരുതിയത് ദേവിക ചായയായിട്ട് വരുമെന്ന്. പക്ഷേ നീ അവളെ കടത്തി വെട്ടി മോളെ. നീ ആള് കേമി തന്നെ. അപ്പൊ സംഗതി ഏറ്റു തുടങ്ങി. ഇനി ഇവിടെ എന്റെ ഭരണമാ. കുട്ടാ, കുട്ടാ, കുട്ട എഴുന്നേറ്റ് ചായ കുടിക്കണ്ടേ? ആരാ? നീ ആരാ? നീ ആരാന്ന്? കുട്ടാൻ, ഞാൻ ഏത് കുട്ടൻ? എന്ത് കുട്ടൻ? എന്നെ കുട്ടാന്ന് വിളിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ എന്ത് പരിചയമുള്ളത്? ഞാനൊന്ന് പറയട്ടെ. താനെന്തിനിപ്പ എന്റെ മുറിയിൽ വന്നത്? പറ. അത് എന്തിനെ മുറിയിൽ വന്നേ? കുട്ടൻ, ഞാൻ കുട്ടന്റെ മാലാഖയാ. മാലാകെ? ഏത് മാലാക? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാകെ? അയ്യോ, കുട്ടനെല്ലാം മറന്നുപോയോ? എനിക്കൊരു മറവില്ല. മറവി പറ്റിയത് തനിക്കായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്റെ മുറി കയറിയിരിക്കണത്. കുട്ടൻ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ആരോട് ചോദിച്ചിട്ടാ എന്റെ മുറി കയറിയിരിക്കണേന്ന്? അയ്യേ, കരച്ചിലൊന്നും എനിക്ക് വേണ്ട. ഇറങ്ങി. എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ. ഇറങ്ങാൻ.
ഇറങ്ങിപ്പോകാൻ പറയുമ്പോ ഇവിടെ നേരെയാണോ? തന്നെ കൂടെ ആരെ കയറ്റി വിട്ടത്? ഞാൻ ചോദിക്കട്ടെ. അയ്യോ കുട്ട, ഞാൻ പറയുന്നത്. അമ്മേ, കുട്ട, അച്ഛാ, അമ്മേ, അച്ഛാ, അച്ഛന്ന് ഇറങ്ങി വാ. അമ്മ എവിടെയാ? അച്ഛാ, അമ്മയൊന്ന് ഇറങ്ങി വാ. സിദ്ധു, എന്താ സിദ്ധു, എന്താ പറ്റിയ? എന്തിനാ നീ ഇങ്ങനെ ബഹളം കൂട്ടുന്നേ? സിദ്ധു, മോനെ എന്താ ഉണ്ടായത്? ഇവരൊക്കെ ആരാ? ഇവരൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ വന്നേക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. എന്താണ് സംഭവിക്കണേ അമ്മേ? ചോദിച്ചത് കേട്ടില്ല. ഇവരൊക്കെ ആരാന്ന്? രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കണ്ണു തുറന്നപ്പോ കണ്ണ് ദേ ഈ നിൽക്കുന്ന പെൺകുട്ടിയാ. ഇവൾക്കെന്താ എന്റെ ബെഡ്റൂമിൽ കാര്യം? നിങ്ങളെന്താ ആരും ഒന്നും മിണ്ടാത്തേ? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? എന്താ ദേവിയെ, എന്താ കുട്ടന് പറ്റിയേ? അറിയില്ല മാഡം. ഞാനിപ്പോ ചായമായിട്ട് ചെന്ന് കുട്ടനെ വിളിച്ചുണർത്തിയതാ. കുട്ടൻ എന്നെ മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് കണ്ണു തുറന്നുടനെ ചോദിച്ചത്. അപ്പോ കുട്ടന് വീണ്ടും പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അയ്യോ ഈശ്വര, എന്റെ കുട്ടന്റെ അസുഖം മാറിയോ? ദൈവമേ, ഇവൻ ഓർമ്മ കിട്ടിയ നമ്മള് പെടുവല്ലോ. നിങ്ങൾ എന്താ പരസ്പരം അങ്ങോട്ടും പറയുന്നത്? എന്താ സംഭവിച്ചെന്ന് എന്നോട് കൂടി പറ, ഞാനും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. മോളെ നീ വാ. സിദ്ധു, ഇത് ദേവിക. ദേവിക നിന്റെ ഭാര്യ. ഭാര്യ? ഈ നിൽക്കുന്ന പെൺകുട്ടി എന്റെ ഭാര്യ? അമ്മ എന്തേ പറയണേ? ഞാൻ പറയുന്നത് മോൻ കേൾക്ക്. ഈ കുട്ടി എങ്ങനെ എന്റെ ഭാര്യയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.